ഇന്നലെയായിരുന്നു ചൈത്രമാസത്തിലെ ശുക്ലപക്ഷ നവമി. നീണ്ട 500 വർഷങ്ങൾ കാത്തിരുന്ന ശേഷമാണ് ശ്രീരാമന്റെ ജന്മസ്ഥാനിൽ തന്നെ രാമനവമി ആഘോഷിക്കാൻ ഹിന്ദു സമൂഹത്തിന് അവസരമുണ്ടായത്. 80% ഹിന്ദു ജനസംഖ്യയുള്ള ഒരു രാജ്യത്താണ് സ്വന്തം ആരാധനാമൂർത്തിക്ക് ജനിച്ച സ്ഥലത്ത് പൊളിച്ചു കളഞ്ഞ ക്ഷേത്രം വീണ്ടെടുക്കാൻ 500 വർഷം കാത്തിരിക്കേണ്ടി വന്നത്. കാത്തിരുന്നു എന്ന് മാത്രമല്ല, അതിനുവേണ്ടി കോടതിയിൽ പതിറ്റാണ്ടുകൾ നീണ്ട നിയമയുദ്ധം നടത്തിയാണ് ഹിന്ദുക്കൾ അവരുടെ ദേവനൊരു ആലയമുണ്ടാക്കിയെടുത്തത്. ഇതിൽ പരം സഹിഷ്ണുത കാണിച്ച ഒരു മതവും ലോകത്തുണ്ടാവില്ല. ഇതിൽ പരം മതനിരപേക്ഷത ഒരു മതവും കാണിച്ചിട്ടില്ല. ഇതിൽ പരം ക്ഷമയും സഹനവും ഒരു വിശ്വാസി സമൂഹവും കാണിച്ചിട്ടുണ്ടാവില്ല. ഇതിൽ പരം ഒരു അപമാനവും സ്വന്തം മണ്ണിൽ ഒരു ഭക്തൻ അനുഭവിച്ചു കാണില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞുപോയ രാമനവമി എല്ലാ രാമനവമിയും പോലെ അല്ലാതായി മാറുന്നത്. കാരണം ഇത് ആത്മാഭിമാനത്തിന്റെ രാമനവമിയാണ്. ഇന്നലെ അയോധ്യയിലെ ബാലരാമന് സൂര്യതിലകം ചാർത്തിക്കൊണ്ടാണ് അയോധ്യ രാമനവമി ആഘോഷിച്ചത്. ശ്രീരാമദേവന് സൂര്യതിലകം ചാർത്തുവാൻ കൃത്യമായ കാരണങ്ങളുണ്ട്. സൂര്യവംശിയാണ് ശ്രീരാമൻ. സൂര്യനാണ് ശ്രീരാമന്റെ കുലദൈവം. സൂര്യൻ അത്യുച്ചത്തിൽ നിൽക്കുമ്പോഴാണ് ശ്രീരാമൻ ജനിച്ചതെന്ന് രാമായണം പറയുന്നു. സൂര്യൻ ധർമ്മത്തിന്റെ പ്രതീകമാണ്. ശ്രീരാമനും സൂര്യന്റെ ഭാവഭേദമില്ലാതെ എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ പ്രകാശം നൽകുന്നു. രാമനും ആരോടും ഭേദഭാവമില്ലാതെ ഈ രാജ്യം ഭരിച്ചു എന്നാണ് വിശ്വാസം. ശ്രീരാമൻ ദൈവമാണോ രാഷ്ട്രീയ പുരുഷനാണോ? ഭാരതം പലപ്പോഴും ചോദിച്ചിട്ടുള്ളതും ഇനിയും ചോദിക്കേണ്ടതുമായ ഒരു ചോദ്യമാണത്. ശ്രീരാമൻ രണ്ടുമാണ്. ദൈവവുമാണ്, രാഷ്ട്രീയ പുരുഷനുമാണ്. മര്യാദാ പുരുഷോത്തമനായ മനുഷ്യനായാണ് വാത്മീകി ശ്രീരാമചന്ദ്രനെ അവതരിപ്പിച്ചത്. ഭാരതത്തിന്റെ മുഖമുദ്രയായ വീരാരാധന ശ്രീരാമചന്ദ്ര പ്രഭുവിനെ അവതാരവും ഈശ്വരനുമാക്കി. അതൊരു തെറ്റല്ല. ദൈവം അങ്ങനെയല്ല എന്നാർക്കും പറയാനാകില്ല. ഇന്ത്യയുടെ മിക്ക ദൈവങ്ങളും വീരപുരുഷന്മാരാണ്. സെമറ്റിക് മതങ്ങൾക്ക് ഒരുപക്ഷെ വിഭിന്ന അഭിപ്രായമുണ്ടാകാം. എന്നാൽ സെമറ്റിക് മതങ്ങളിൽ പോലും സമാനമായ സന്ദർഭങ്ങൾ നമുക്ക് കാണാനും സാധിക്കും. വീരപുരുഷന്മാർ, രക്തസാക്ഷികൾ എന്നിവർ ദൈവിക പരിവേഷത്തിലേക്ക് ഉയരുന്നതോടെ ദൈവദൂതന്മാരാകുന്നതോ ദൈവം തന്നെയാകുന്നതോ ആയ സന്ദർഭങ്ങൾ അവയിലെല്ലാം തന്നെയുമുണ്ട്. മനുഷ്യനായി ജനിച്ച ആശയപ്രചാരണത്തിന്റെ രക്തസാക്ഷിയായ യേശുക്രിസ്തുവിനെ ജൂതരിലെ ഒരു വിഭാഗം ദൈവമായി കണ്ടതോടെയാണ് ക്രിസ്തുമതമുണ്ടാകുന്നത്. ക്രൈസ്തവ മതത്തിന്റെ സെന്റ് സെബാസ്റ്റ്യനും ഇസ്ലാമിൽ ഷഹീദന്മാരും പ്രാർത്ഥനാ മധ്യസ്ഥന്മാരായി വരുന്നവരും രക്തസാക്ഷികൾക്കവർ ഈശ്വരീയമായ പ്രാധാന്യം നൽകുന്നിടത്താണ്. ശ്രീരാമന്റേത് വീരാരാധനയാണ്. രാമൻ രാജാവായിരുന്നു, അയോധ്യാപുരിയുടെ പ്രിയപ്പെട്ട രാജാവ്. രാമൻ തോൽപ്പിക്കുന്ന പരശുരാമനും രാമൻ കൊല്ലുന്ന രാവണനും ബ്രാഹ്മണന്മാരായിരുന്നു. രാമൻ ആലിംഗനം ചെയ്യുന്ന ഗുഹൻ ആദിവാസിയും രാമനൊപ്പം യുദ്ധം ചെയ്ത വാനരന്മാർ എന്ന് വിളിക്കപ്പെട്ടവർ വനനരന്മാരുമായിരുന്നു. കാട്ടുവാസികളായ മനുഷ്യർ തന്നെയായിരുന്നു. അത്തരത്തിൽ അബ്രാഹ്മണ സമൂഹങ്ങളുടെയും സ്ത്രീകളുടെയും രക്ഷകനായാണ് ശ്രീരാമൻ ഭരണമേറ്റെടുക്കുന്നത്. ശ്രീരാമനെ മുഴുവൻ അബ്രാഹ്മണ ഹിന്ദുക്കളും ഇന്ത്യ മുഴുവൻ വീരപുരുഷന്മാരായി കാണാനും പിന്നീട് ഈശ്വരനായി ആരാധിക്കാനും കാരണവും അതുതന്നെയാണ്. ഗാന്ധിയുടെ കാലത്താണ് ഇന്ത്യൻ രാഷ്ട്രീയത്തെ വീണ്ടും ശ്രീരാമൻ സ്വാധീനിക്കുന്നത്. രാംധുൻ ആലപിച്ചുകൊണ്ടും സെമറ്റിക് മതങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ദൈവരാജ്യം പോലെ ഒരു രാമരാജ്യം വാഗ്ദാനം ചെയ്തും ഗാന്ധി ഹിന്ദു വികാരങ്ങളെ ഉണർത്തിക്കൊണ്ട് തന്നെ യൂറോപ്യൻ ശക്തികൾക്കെതിരെ ഇന്ത്യക്കാരെ സംഘടിപ്പിച്ചു. ഭാരതത്തിലെ ഭൂരിപക്ഷ ജനതയായ ഹിന്ദു എക്കാലവും അസംഘടിതരായിരുന്നു. അസംഘടിത ജനതയെ സംഘടിപ്പിക്കാതെ സ്വാതന്ത്ര്യം സാധ്യമാകുമായിരുന്നില്ല. രാമനല്ലാതെ മറ്റാർക്കും മറ്റൊന്നിനും അവരെ സംഘടിപ്പിക്കാനാകില്ല എന്ന് ഗാന്ധിക്ക് നിശ്ചയമുണ്ടായിരുന്നു. രാമൻ വീണ്ടും ഇന്ത്യൻ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് രാമജന്മഭൂമി പ്രക്ഷോഭം 80കളിൽ ചൂടുപിടിക്കുമ്പോഴാണ്. രാമന്റെ പേര് പറഞ്ഞാൽ രാഷ്ട്രീയത്തിൽ വീശുക കാറ്റല്ല, അത് കൊടുങ്കാറ്റ് തന്നെയാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് 2018 മധ്യപ്രദേശ് ഇലക്ഷനിൽ ഗോശാലകളുടെ പേരും പറഞ്ഞ് പതിയെ മൃദു ഹിന്ദുത്വത്തിലേക്ക് മാറി പരീക്ഷണം നടത്തിയ കോൺഗ്രസും രാഹുൽ ഗാന്ധിയും രാമനെ കയ്യിലെടുക്കുന്നതിന് മുൻപേ തന്നെ മോദി രാമക്ഷേത്രത്തിന് തറക്കല്ലിട്ട് ക്ഷേത്ര നിർമ്മാണം പ്രഖ്യാപിച്ചത്. അതായത് ശ്രീരാമചന്ദ്രന്റെ രാഷ്ട്രീയ സ്വാധീനം എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. തുടർന്നു പോകുന്ന ഒരു പാരമ്പര്യം അതിനുണ്ട്. അങ്ങനെയെങ്കിൽ രാമൻ ഇനിയും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടപെടുമോ എന്നുള്ളതാണ് ചോദ്യം. അതിനുത്തരം പറഞ്ഞിരിക്കുന്നത് ശ്രീരാമനല്ല, ഭഗവാൻ ശ്രീകൃഷ്ണനാണ്. സംഭവാമി യുഗേ യുഗേ എന്നാണ് ശ്രീകൃഷ്ണൻ പറഞ്ഞത്. ഭാരത ജനതയ്ക്ക് നിലനിൽപ്പ് പോലും വെല്ലുവിളിയാകുന്ന സന്ദർഭങ്ങളിൽ ഒരു രൂപത്തിലല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ ജനങ്ങളെ സ്വാധീനിക്കുകയും കാലാനുസൃതമായി രാഷ്ട്രീയമായി സംഘടിപ്പിക്കുകയും ചെയ്യുന്ന ധാർമ്മികമായ ശക്തിയുടെ പ്രതിരൂപമാണ് ശ്രീരാമനും ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ ആരാധനയും. രാമായണം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, ഈ ഭൂമിയിൽ പർവ്വതങ്ങളും നദികളുമുള്ള കാലത്തോളം രാമായണ കഥയും ഈ ലോകത്ത് പ്രചരിച്ചുകൊണ്ടേയിരിക്കും. അതായത് ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ കഥ ഒരിക്കലും തന്നെ അവസാനിക്കാൻ പോകുന്നില്ല. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനങ്ങളും